ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അന്ന കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പൊരിച്ച് വെച്ച ഒരു റെസിപ്പിൻ്റെ ബിരിയാണിയാണ്. ഈ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എന്നുള്ളത് ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി 1 കിലോ ചിക്കനാണ് ഇവിടെ വാങ്ങിച്ചത്. ചിക്കൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ കഴുകുന്നതൊന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കഴുകി വെച്ച ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകുപൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ഒരു ചെറുനാരങ്ങൻ്റെ പാതി നീരും അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എല്ലാം കൂടി നല്ലവണ്ണം കുഴച്ച് യോജിപ്പിച്ചു. കൈ നേരത്തെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടി മിക്സ് ചെയ്തപ്പോൾ എരിവ് തീരെ ഉണ്ടായില്ല. അപ്പോൾ അതിലേക്ക് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് തിരുമ്പി യോജിപ്പിച്ച് 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇപ്പോൾ സമയം 10 മിനിറ്റ് കഴിഞ്ഞു. ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് ഗ്യാസ് ഓണാക്കി അതിലേക്ക് വെച്ച് കൊടുത്തു. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് ചിക്കൻ്റെ ഓരോ പീസും ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടി അതിൻ്റെ മേലേക്ക് വിതറി കൊടുത്തു. എനിക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ചിക്കൻ 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചത്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അരമണിക്കൂറോ 1 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ചിക്കനിലേക്ക് നല്ലവണ്ണം ഉപ്പും എരിവും നല്ലോണം ചിക്കനിലേക്ക് പിടിക്കും. ചിക്കൻ്റെ ഒരു ഭാഗം മുരിഞ്ഞു വന്നു. അപ്പോൾ വീണ്ടും മറിച്ചിട്ടു 2 ഭാഗവും മുരിയിപ്പിച്ചു. ചിക്കൻ മുരിഞ്ഞു വന്നപ്പോൾ ഒരു ചട്ടകം എടുത്ത് കോരി ഒരു പാത്രത്തിലേക്ക് വാങ്ങി വെച്ചു. ബാക്കിയുള്ള ചിക്കൻ്റെ ഓരോ പീസും ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു. അത് നല്ലവണ്ണം മുരിയട്ടെ. ചിക്കൻ മുരിയുന്നതിനിടയ്ക്ക് ബിരിയാണിക്കുള്ള മസാല വെട്ടി തയ്യാറാക്കാം. ഒരു മീഡിയം വലിപ്പത്തിലുള്ള 6 സവാളയും 7 തക്കാളിയും. തക്കാളി ചെറുതായത് കാരണമാണ് 7 എണ്ണം എടുത്തത്. വലുതാണെങ്കിൽ 4 എണ്ണം 5 എണ്ണം എടുത്താൽ മതി. ഒരു കഷ്ണം ഇഞ്ചിയും 1 ഉണ്ട വെളുത്തുള്ളിയും 4 തണ്ട് കറിവേപ്പിൻ്റെ ഇലയും 3 തണ്ട് മല്ലിച്ചപ്പിൻ്റെ ഇലയും എല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചു. ഇതിനിടയ്ക്ക് നമ്മുടെ ചിക്കനെല്ലാം പൊരിച്ച് റെഡിയാക്കി. ഒരു കടായി എടുത്തു ഗ്യാസ് ഓണാക്കി അതിൻ്റെ മേലെ വെച്ചു. ചൂടായ കടായിലേക്ക് നേരത്തെ പൊരിച്ച ചിക്കൻ്റെ കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ചൂടായ എണ്ണയിലേക്ക് 3 ഏലക്കായും 4 കഷ്ണം കറുവപ്പട്ടയും 4 ഗ്രാമ്പൂവും അതിലേക്ക് ഇട്ട് കൊടുത്തു. അതൊന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. 1 ടീസ്പൂൺ വലിയ ജീരകം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒന്ന് റോസ്റ്റായി വന്നപ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. സവാള ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി 3/4 ടീസ്പൂൺ ഉപ്പും അതിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. മസാലയിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളകും അതിലേക്ക് ഇട്ട് കൊടുത്തു. മുളക് പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. നേരത്തെ മാറ്റി വെച്ച നെയ്യിൻ്റെ പകുതി അതിലേക്ക് ഇട്ട് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഈ മസാലയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്നും ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല.
എല്ലാം കൂടി യോജിപ്പിച്ച് വന്നപ്പോൾ ഉപ്പും എരിവും എല്ലാം പാകത്തിനായിരുന്നു. കൂടുതൽ എരിവൊന്നും കുട്ടികൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് മുളകുപൊടി ഇടാത്തത്. കുരുമുളക് ഇടുമ്പോൾ അവർക്ക് ചമക്കുമ്പോൾ അവർ ദേഷ്യപ്പെടും. എന്നാൽ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് കുരുമുളക് ഇടുന്നത്. ഇടയ്ക്ക് ബിരിയാണി വെക്കുമ്പോൾ കുരുമുളക് ഇടാതെ പച്ചമുളക് മാത്രം ഇട്ട് കൊടുക്കും. അത് മാത്രം എടുത്ത് ഒഴിവാക്കിയാൽ മതിയല്ലോ. മുളകുപൊടി ഇടൂല. എരിവ് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. ചിക്കൻ പൊരിച്ച് വെച്ചതിൻ്റെ പാതി ഈ മസാലയിലേക്ക് ഇട്ട് കൊടുത്ത് അത് നല്ലവണ്ണം യോജിപ്പിച്ച് കൊടുത്ത് അങ്ങനെ ചിക്കൻ ഒന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വേവാൻ വേണ്ടി ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്ത് അത് ചൂടായി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുത്തു. ആ ചൂടായ എണ്ണയിലേക്ക് ഓരോ പപ്പടയും അതിലേക്ക് ഇട്ട് പൊരിച്ച് എടുത്തു. പപ്പടത്തിൻ്റെ പൊടി നല്ലവണ്ണം കൊട്ടണം, അല്ലെങ്കിൽ പപ്പടം കരിഞ്ഞു പോകും, വെള്ള കളറിൽ കിട്ടൂല. അങ്ങനെ നമ്മുടെ പപ്പടമെല്ലാം ഇവിടെ പൊരിച്ച് റെഡിയായി. നേരത്തെ വേവിക്കാൻ വെച്ച ചിക്കൻ നല്ലവണ്ണം വെന്ത് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. കുക്കറിൽ നെയ്ച്ചോറ് വെച്ച് ഒരു വിസലടിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ തയ്യാറാക്കിയ കടായിലേക്ക് ചോറ് കൊട്ടിക്കൊടുത്തു. ഒരു ചട്ടകം എടുത്ത് ചോറ് നല്ലവണ്ണം ഒതുക്കി ഫിനിഷാക്കി വെച്ചു. കട്ട് ചെയ്ത് വെച്ച മല്ലിച്ചപ്പിൻ്റെ ഇലകൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. നേരത്തെ പൊരിച്ച് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിയും അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയായി. പനിച്ചത് കാരണം സൗണ്ട് തീരെ ഇല്ല. എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുക.